വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. ഇപ്പോൾ ഓണമായിട്ട് എല്ലാവരും പുതിയ ചട്ടിയൊക്കെ വാങ്ങിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടൊന്ന് സീസൺ ചെയ്തെടുക്കുക എന്നുള്ളത് കാണാം. നമ്മളിതിൽ കഞ്ഞിവെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ പൊടിയൊക്കെ ഒന്ന് മാറി വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ഒരു സ്ക്രബ്ബർ വെച്ച് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ചട്ടിയിൽ അരവുള്ള സ്ക്രബ്ബറൊന്നും ഉപയോഗിക്കരുത്. അതുപോലെ സോപ്പും അധികം ഉപയോഗിക്കാൻ പാടില്ല. ഇതിപ്പോൾ ചെറിയൊരു ഡൈല്യൂട്ടഡ് ആയിട്ടുള്ളൊരു സോപ്പിൽ ആദ്യത്തെ പ്രാവശ്യം ആയതുകൊണ്ടൊന്ന് കഴുകിയെടുക്കുവാണ്. അപ്പോൾ നമ്മളിത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ബക്കറ്റിലോ ഒരു ടബിലോ കുറച്ച് വെള്ളം, കുറച്ചധികം വെള്ളം, നല്ലപോലെ ഇത് മുങ്ങി കിടക്കാനുള്ള പാകത്തിന് വെള്ളം എടുത്തിട്ട് ഒരു ദിവസം ഒന്നിതൊന്ന് മുക്കി വെച്ചേക്കുക. നിങ്ങൾ മുക്കി കഴിയുമ്പോൾ കാണാം ഇതിങ്ങനെ ബബിൾസൊക്കെ ഇങ്ങനെ വരുന്നതായിട്ട്. നമ്മൾ രാത്രി വെച്ചിട്ട് രാവിലെ വന്ന് നോക്കിയാലും ചെറിയ ബബിൾസൊക്കെ വരുന്ന കാണാൻ പറ്റും. നമ്മൾ ഈ സീസൺ ചെയ്യുന്നത് തന്നെ കറിയൊക്കെ വെക്കുമ്പോൾ അതിലോട്ടങ്ങ് അബ്സോർബായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ ഒരു ബലം കൂട്ടാൻ, ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ഈ ബബിൾസൊക്കെ വരുന്നത് നിന്ന് കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് എടുക്കാം. ഞാനൊരു 24 മണിക്കൂർ കഴിഞ്ഞപ്പം ഇത് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരവില്ലാത്ത ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. സോപ്പ് ഉപയോഗിക്കാതെ വേണം വാഷ് ചെയ്യാനായിട്ട്. സീസൺ ചെയ്ത ചട്ടിയാണെങ്കിലും നമ്മളത് സോപ്പ് ഉപയോഗിക്കാതെ കഴുകുകയാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ. അതുപോലെ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഒന്നും ഉപയോഗിക്കാതിരിക്കുക. നമ്മളിതിപ്പോൾ കഴുകി എടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കൂടുതൽ നേരം വെള്ളത്തിൽ വെക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് തുടച്ചെടുത്തിട്ട് നമുക്ക് അളന്ന് 1 കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ നമ്മളിത് അനക്കാതെ വെച്ചേക്കുക. അതിനുശേഷം നമ്മളിത് പൊക്കി നോക്കുമ്പോൾ അടിയിൽ വെള്ളം നനവുണ്ടെങ്കിലോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിലോ നമ്മൾ ഒരു ദിവസവും കൂടി ഇത് വെള്ളത്തിൽ മുക്കി വെച്ചേക്കുക. നമ്മുടെ ഇപ്പോൾ അടിയിൽ വെള്ളനനവൊന്നുമില്ല. നമ്മളിത് വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച് അത്രയും എമൗണ്ട് തന്നെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മിക്ക ചട്ടികളും ഇത്രയും നേരം കൊണ്ട് തന്നെ നല്ല സാച്ചുറേറ്റഡ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കണം. വെയിലത്ത് വെച്ച് ഉണക്കാമെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതല്ല, വെയിലിൽ വെക്കാനുള്ള സൗകര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് എയർ ഡ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഫാൻ്റെ അടിയിലോ മറ്റോ വെച്ച് ഉണക്കിയെടുക്കാം. അതിനുശേഷം നമുക്കിതിൽ എണ്ണ തടവിയെടുക്കണം. നമ്മൾ കൈ വെച്ച് വേണം എണ്ണ തടവിയെടുക്കാനായിട്ട്. ഉള്ളിലും പുറത്തും സൈഡിലും ഒക്കെ ആയിട്ട് നല്ല പോലെ എണ്ണ തടവിയെടുക്കണം. നമ്മളിത് വെയിലത്ത് വെച്ച് ഉണക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയാൽ മതിയാവും. അതുപോലെ തന്നെ എണ്ണ തടവിയതിന് ശേഷവും നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ഉണക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സീസൺഡായി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ എണ്ണ തടവിയതിന് ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കണം. എൻ്റെ ഒരു തീരെ ക്വാളിറ്റി ഇല്ലാത്ത, അടിയൊട്ടും കട്ടിയില്ലാത്തൊരു ചട്ടിയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല അടികനമുള്ള ചട്ടി വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അത് പൊട്ടാനുള്ള സാധ്യത കൂടും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 2 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം പതുക്കെ തീ കൂട്ടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഒന്ന് ചൂടാക്കിയെടുക്കാനായിട്ട്. ഇത് ചൂടായി വരുന്തോറും നമ്മുടെ എണ്ണ പിടിച്ചെടുത്ത് എണ്ണമയം എല്ലാം പോയി വരുന്ന കാണാൻ പറ്റും. നമ്മൾ വെയിലത്ത് വെച്ചാൽ ഇതുപോലെ തന്നെയാണ്. മൊത്തം എണ്ണയും പോയി ഇത് നല്ല സീസൺഡായിട്ട് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത, ഒട്ടും അടികട്ടിയില്ലാത്തൊരു ചട്ടിയാണ്. കുറേ നാളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുവാണ്. ഞാൻ ഉപയോഗിക്കാതെ വെച്ചിരിക്കുമായിരുന്നു. ഓണം ആയതുകൊണ്ട് എല്ലാവരും ചട്ടി വാങ്ങിക്കുന്നതൊക്കെ ഒരു സമയമാണ്. അപ്പോൾ ഒരു സീസണിങ് വീഡിയോ ഇട്ടാൽ ഹെൽപ്ഫുൾ ആകും എന്ന് കരുതി ഇപ്പോൾ ഞാൻ ആ ചട്ടി എടുത്തൊന്ന് സീസൺ ചെയ്ത് കാണിക്കുവാണ്. നമ്മുടെ മറ്റ് ചട്ടികളൊക്കെ കണ്ടാൽ അറിയായിരിക്കും, നല്ല കനമുള്ള ചട്ടികളാണ്. അപ്പോൾ ഞാനിത് ചെരിച്ചുമൊക്കെ വെച്ച് സൈഡും ഒക്കെ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. പക്ഷേ ഞാനിത് ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യും. അപ്പോൾ ഇതിന് മുന്നേ ആയിട്ട് നമുക്കിത് നല്ലപോലെ സീസൺഡ് ആയൊന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അളന്നൊരു കപ്പിൽ വെള്ളം ഒഴിച്ച് നോക്കുക. 1 മണിക്കൂർ അത് അനക്കാതെ വെച്ചേക്കുക. അത് അടിയിൽ ചോരാതിരിക്കുകയും നനവ് വരാതിരിക്കുകയും അതിൻ്റെ അളവ് കുറയാതിരിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് സീസൺഡ് ആയെന്നാണ് അർത്ഥം. ഒരു മണിക്കൂറിന് ശേഷം നമ്മളിതിൻ്റെ അളവൊന്ന് നോക്കുവാണ്. നമ്മൾ ഒഴിച്ച് അത്രയും വെള്ളം തന്നെ നമുക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിലൊന്നും ഒട്ടും നനവൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ സീസൺഡ് ആയിട്ടുണ്ട്. നമ്മൾ ചട്ടി ഉപയോഗിക്കുന്നതോറുമാണ് അതങ്ങ് നല്ല മയപ്പെട്ട് വരുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങാം. അതല്ല, ചെറിയൊരു പുതിയ ചട്ടിയുടെ മണമൊക്കെ ഉണ്ട്, അതൊന്ന് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്തെങ്കിലും ഒന്ന് അതിലൊന്ന് തിളപ്പിച്ചോ അല്ലെങ്കിൽ ഒന്ന് വറുത്ത് നമുക്കത് കളയാവുന്നതാണ്. ഏറ്റവും നല്ലത് നമ്മൾ തേങ്ങാപ്പീര അതിലിട്ടൊന്ന് വറുത്ത് കളയുവാണ്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് സീസൺ ആവാനായിട്ട് സഹായിക്കും. കാരണം തേങ്ങയിൽ കുറച്ച് എണ്ണയുണ്ടല്ലോ. ഞാനിവിടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ടൊന്ന് വറുത്ത് കളയുവാണ്. അതിന് പകരം നിങ്ങൾക്ക് പാല് പിഴിഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് പീര ഇതിലിട്ട് വറുത്ത് കളയുവാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്കിത് സ്മെല്ലൊന്നും ഇല്ലാതെ പുതുതായിട്ട് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. ഈ 1-2 കാര്യങ്ങൾ ഈ ചട്ടിയുടെ മെയിൻ്റെനൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് നിർത്താം. നമ്മൾ ചട്ടി എപ്പോഴും മേടിക്കുമ്പോൾ അൺഗ്ലേസ്ഡ് ആയിട്ടുള്ള ചട്ടി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഗ്ലേസ്ഡ് ചട്ടിയിലൊക്കെ ലെഡിൻ്റെ കണ്ടൻറ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ പുളിയുള്ള ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ലീച്ച് ചെയ്യുകയും അത് ഹാംഫുൾ ആകുകയും ചെയ്യും. അതുപോലെ നമ്മൾ ചട്ടി കഴുകുമ്പോൾ ഡിറ്റർജൻ്റ് ഒന്നും അധികം ഉപയോഗിക്കാതിരിക്കുക. ഏറ്റവും നല്ലത് ചൂടുവെള്ളം ഒഴിച്ച് അധികം അരവില്ലാത്ത സ്ക്രബ്ബർ വെച്ചിട്ട് കഴുകിയെടുക്കുന്നതാണ്. അതുപോലെ നമ്മൾ സഡനായിട്ടുള്ള ടെമ്പറേച്ചർ ചേഞ്ചസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ക്രാക്സ് വീഴും.
അതുകൊണ്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ടെടുത്ത് അടുപ്പത്തോട്ട് വെക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കുക. അതുപോലെ പുതിയ ചട്ടി മയപ്പെടുത്തിയതിന് ശേഷം ആദ്യത്തെ ഒരു 4-5 പ്രാവശ്യത്തേക്ക് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ എണ്ണ തടവിയിട്ടൊന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ഒരു 4-5 പ്രാവശ്യത്തെ കുക്കിങ്ങിൽ ഹൈ ഫ്ലെയിം ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഓണം റെസിപ്പീസൊക്കെ കണ്ടു നോക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ എല്ലാവരും ഓണം നല്ല ഹാപ്പി ആയിട്ട് ആഘോഷിക്കുക. ഹാപ്പി ഓണം. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.